ഇന്നത്തെ നമ്മുടെ റെസിപ്പി മുട്ട വെച്ചിട്ട് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കിട്ടിലൻ സ്നാക്സ് ആണ്. വൈകുന്നേരങ്ങളിൽ ചായയുടെ കൂടെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഈ ഒരു അടിപൊളി ഈസി ആയിട്ടുള്ള സ്നാക്സ് എങ്ങനെ ചെയ്തെടുക്കാൻ നോക്കാം. അതിന് മുന്നായിട്ട് ഈ ചാനൽ ആദ്യം നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ ഇതിലേക്ക് വേണ്ടിയിട്ട് ഒരു 6 മുട്ട നല്ല രീതിയിൽ പുഴുങ്ങിയെടുത്തതിന് ശേഷം തൊലി കളഞ്ഞിട്ട് എടുത്തിട്ടുള്ളതാണ്. പിന്നെ ഞാനിതിലേക്ക് എടുത്തിട്ടുള്ള മസാല എന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ട് ഒരു 10 മുട്ടയിലേക്കുള്ള മസാല ഉണ്ടാകും. അപ്പോൾ നിങ്ങളുടെ വീട്ടിലെ മെമ്പേഴ്സിനനുസരിച്ച് മുട്ടൻ്റെ അളവ് മാറ്റം വരുത്താം. ഇനി ഓരോ മുട്ട ഇതുപോലെ 2 ആയിട്ട് അങ്ങ് കട്ട് ചെയ്ത് വെക്കാം. എല്ലതും ഇതേ രീതിയിൽ കട്ട് ചെയ്തിട്ട് എടുക്കാം. മുട്ടയ്ക്ക് 2 ആയിട്ട് ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കറക്റ്റായിട്ട് ഒരു 12 പീസ് ഉണ്ടാകും കേട്ടോ. ഇങ്ങനെ 2 ആയിട്ട് കട്ട് ചെയ്ത് വെക്കുമ്പോൾ ഇനി ഇതിൻ്റെ ആ ഒരു മഞ്ഞ പോർഷൻ അങ്ങ് മാറ്റിയെടുക്കാം. ഈ ഒരു മുട്ടൻ്റെ മഞ്ഞ മറ്റൊരു ബൗളിലേക്ക് മൊത്തത്തിൽ ഇതേ രീതിയിൽ അങ്ങ് മാറ്റിയെടുക്കാം. ഇതിവിടെ മുട്ടൻ്റെ വെള്ളയും മഞ്ഞയും ഞാൻ സെപ്പറേറ്റ് മാറ്റിയിട്ടുണ്ട്. ഇനി മഞ്ഞ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. ഇതുപോലെ സ്പൂൺ വെച്ചിട്ട് നല്ല രീതിയിൽ അങ്ങ് പൊടിച്ചിട്ടെടുക്കാം. ഇതിവിടെ നന്നായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ പൊടിച്ചെടുത്താൽ മതിയാകും. ഇതൊരു സൈഡിലേക്ക് അങ്ങ് മാറ്റി വെക്കാം. ഇനി ഒരു പാൻ വെച്ചിട്ടുണ്ട്. തീ ഓൺ ചെയ്ത് കൊടുത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ച് മല്ലിയിലും കൂടെ ചെറുതായിട്ട് കുനുകുന കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കൊത്തി അരിഞ്ഞിട്ടാണ് എടുത്തിട്ടുള്ളത്. 1 ഇഞ്ച് വലുപ്പത്തിൽ ചെറിയൊരു പീസ് ഇഞ്ചി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുക. അതുപോലെ തന്നെ ഒരു 4-5 വെളുത്തുള്ളി, ചെറിയ വെളുത്തുള്ളിയാണ് കേട്ടോ, അതും ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തതും. പിന്നെ 1-2 പച്ചമുളക്, ഞാൻ ചെറിയ പച്ചമുളക് ആയതുകൊണ്ട് 2 എടുത്തിട്ടുണ്ട്. അതും കൂടി ചേർത്തിട്ട് നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. മല്ലിയിൽ ഈ സമയത്ത് ഇതിലേക്ക് ചേർക്കേണ്ട ആവശ്യമില്ല. നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതൊന്ന് വഴന്ന് വന്നാൽ ഇതിലേക്ക് 2 മീഡിയം വലുപ്പത്തിലുള്ള സവാള ചെറുതായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് കൊടുക്കുക. ഉള്ളിയും കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഈ ഒരു രീതിയിൽ ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നാൽ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഉള്ളി അങ്ങ് വഴറ്റിയെടുക്കാം. ഉള്ളി ഈ ഒരു രീതിയിലൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇത്രയും മതിയാകും. ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ചിക്കൻ മസാലയാണ് ചേർക്കുന്നത്. ഇത് കയ്യിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്താലും മതിയാകും. ഗരം മസാല ആയതുകൊണ്ട് തന്നെ 1 ടീസ്പൂൺ ചേർക്കണ്ട. നല്ല പോലെ പൊടികളുടെ ഒരു പച്ച ചുവക്കൊന്ന് മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇത്രയും മതി. പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള ഒരു മല്ലിയില മൊത്തത്തിൽ ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഇതിലേക്ക് നേരത്തെ അങ്ങ് പൊടിച്ച് വെച്ചിട്ടുള്ള ഒരു മുട്ടൻ്റെ മഞ്ഞ പോർഷൻ ഉണ്ടല്ലോ, അത് ഫുള്ളായിട്ട് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല രീതിയിൽ എല്ലാം കൂടെ അങ്ങ് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഈ ഒരു സമയത്ത് ഉപ്പ് നോക്കുക. എന്നിട്ട് ഉപ്പ് പോരാൻ തോന്നുകയാണെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഞാൻ അതിലേക്ക് ചേർത്തിട്ടുള്ള ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് എനിക്ക് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടെ അങ്ങ് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക. ഇത്രയേ ഉള്ളൂ. ഉള്ളി മസാല റെഡി ആയിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ മസാല തണുക്കാനായിട്ട് സൈഡിലേക്ക് അങ്ങ് മാറ്റി വെക്കാം. ഇതിലേക്ക് അടുത്ത ഫില്ലിങ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് കുറച്ച് തേങ്ങയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും മല്ലിയിലും കൂടെ എടുത്തിട്ടുണ്ട്. കുറഞ്ഞ അളവിൽ പുതിന എടുത്തിട്ടുള്ളൂ കേട്ടോ. പുതിന ഒരിക്കലും കൂടി പോകരുത്. കുറഞ്ഞ അളവിൽ മാത്രം എടുത്താൽ മതിയാകും. ഇതെല്ലാം കൂടിയിട്ട് ഒരു ചമ്മന്തി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനായിട്ട് തന്നെ മിക്സിൻ്റെ ജാറിലേക്ക് ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ചെറിയൊരു പീസ് ഇഞ്ചിയും ഒരു വെളുത്തുള്ളി അല്ലിയും ചേർത്ത് കൊടുക്കാം. ഒന്നും കൂടി പോകണ്ട. കൂടെ തന്നെ കുറച്ച് പുതിനയിലും പിന്നെ കുറച്ച് അധികം തന്നെ മല്ലിയിലും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് എടുത്ത് വെച്ചിട്ടുള്ള ഒരു തേങ്ങ ഏകദേശം ഒരു 1/2 കപ്പിനേക്കാളും കൂടുതലായിട്ട് ഉണ്ടാകും. അതും കൂടെ മൊത്തത്തിൽ ചേർത്ത് കൊടുക്കുക. ഏറ്റവും ലാസ്റ്റായിട്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാൻ 1/2 ടീസ്പൂൺ ഉപ്പ് എടുത്തിട്ടുണ്ട്. ഇനി ആ ഒരു അരമുറി നാരങ്ങയുടെ നീര് മൊത്തത്തിൽ ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇനി എല്ലാം കൂടെ ചമ്മന്തി പരുവത്തിലൊന്ന് അരച്ചിട്ടെടുക്കാം. ഒത്തിരി അരിഞ്ഞു പോകണ്ട. ഇതേ രീതിയിൽ ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുത്താൽ മതിയാകും. ഇത് മൊത്തത്തിൽ ഇതുപോലത്തെ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതവിടെ ഇരിക്കട്ടെ. ഈ ഒരു സമയം കൊണ്ട് തന്നെ ആ ഒരു ഉള്ളി മസാലയൊക്കെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അങ്ങ് മുട്ടയിലേക്ക് അങ്ങ് ഫില്ല് ചെയ്ത് കൊടുക്കുക. ആദ്യം തന്നെ ഒരു പീസ് മുട്ടയെടുക്കുക. അതിലേക്ക് ഈ ഒരു ചമ്മന്തി ആ ഒരു മഞ്ഞ പോർഷൻ്റെ ഭാഗത്ത് ഫില്ല് ചെയ്തിട്ട് തന്നെ നിറച്ച് കൊടുക്കുക. ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് അങ്ങ് വെച്ച് കൊടുക്കാം.
ഈ ഒരു ചമ്മന്തി ഇതാ 6 പീസിലേക്കായിട്ട് അങ്ങ് നിറച്ചു കൊടുക്കുക. 6 മുട്ടയാണല്ലോ എടുത്തത്, അപ്പോൾ 12 പീസ് ഉണ്ടാകും. അപ്പോൾ 6 മുട്ടയിലേക്ക് ഈ ഒരു ചമ്മന്തി ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇതാ 6 പീസിലേക്കും ചമ്മന്തി ആക്കി കൊടുത്തിട്ടുണ്ട്. ബാക്കി ഇതാ ഇത്രയും ബാലൻസ് വന്നിട്ടുണ്ട്. ഇതാ ഈ ഒരു രീതിയിൽ എല്ലതും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ഒരു 6 പീസ് ഉണ്ടല്ലോ, അതിലേക്കായിട്ട് ഇതാ ഈ ഒരു ഉള്ളി മസാല അങ്ങ് നിറച്ച് കൊടുക്കാം. പിന്നെ ചമ്മന്തിനേക്കാളും കൂടുതലായിട്ട് വേണം കേട്ടോ ഉള്ളി മസാല നിറച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാകും. ഇതുപോലെ നന്നായിട്ട് തന്നെ ഈ ഒരു ഉള്ളി മസാല നിറച്ച് കൊടുക്കാം. ഇതുപോലെ പ്രസ് ചെയ്തിട്ട് വെച്ച് കൊടുക്കാം. ഇതാ എല്ലതും ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. 6 പീസിലേക്ക് ഉള്ളി മസാലയും 6 പീസിലേക്ക് ചമ്മന്തിയും കൂടെ നിറച്ച് വെച്ചിട്ടുണ്ട്. ഇതാ ഈ ഒരു രീതിയിൽ. ഇതാ ഒരു പീസ് ഉള്ളി മസാല എടുക്കുക, ഈ മറ്റൊരു പീസ് ആ ഒരു ചമ്മന്തി നിറച്ചിട്ടുള്ളതും കൂടി എടുക്കുക. തമ്മിൽ ഇതാ ഇതുപോലെ അങ്ങ് വെച്ച് കൊടുക്കാം. ഇതിന് നല്ല പോലെ പ്രസ് ചെയ്ത് കൊടുക്കാതെ അവിടെ നിൽക്കട്ടോ. നിങ്ങൾക്ക് നിൽക്കണില്ല എന്ന് തോന്നുകയാണെങ്കിൽ വേണമെങ്കിൽ ഇതിൻ്റെ നടുവിലൂടെ ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ഒന്ന് കുത്തി കൊടുക്കാം കേട്ടോ. പിന്നെ വിട്ട് വരുന്ന പ്രശ്നമൊന്നും വരില്ല. കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കുക, അല്ലെങ്കിലും വിട്ട് വരുമൊന്നുമില്ല. ഇതാ എല്ലതും ഇതേ രീതിയിൽ തന്നെ ചെയ്തിട്ടെടുക്കാം. ഇതാ 6 മുട്ടയും ഈ ഒരു രീതിയിൽ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കാത്തവർ ഉറപ്പായിട്ട് ഉണ്ടാക്കി നോക്കുക. നല്ല ചൂട് ചാട് കൂടെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. കുട്ടികൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടമാകും. പിന്നെ ഞാനൊരു തക്കാരി മുട്ടൻ്റെ ഇതേപോലെ തന്നെ ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റിലുള്ള ഒരു മസാലയായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതിനേക്കാളും ഒന്നും കൂടി സിമ്പിളാണ്, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ അത് ട്രൈ ചെയ്ത് നോക്കാത്തവർ അതും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടമാകും. പിന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾ ഫ്രണ്ട്സിനും ഫാമിലി ഗ്രൂപ്പൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ കമൻ്റായിട്ട് അറിയിക്കാൻ മറക്കരുത്. വീണ്ടും ഇതുപോലത്തെ നല്ല അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്